അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എല്ലാ നിമിഷങ്ങളും, എല്ലാ ദിവസവും, എല്ലാ സന്ദർഭവും അള്ളാഹുവിന് നമ്മൾ കടപ്പെട്ടവരാണ്. ഓരോ സാഹചര്യത്തിലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഒരിക്കലും നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന ലോകം അത് എവിടെയും സംഘർഷങ്ങളുടേതാണ്. വീണ്ടും ഒരു യുദ്ധമുഖത്ത് ലോകം എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ മറ്റു നിരവധി രാജ്യങ്ങളെ പല സന്ദർഭങ്ങളിലായി ഒരു രാജ്യത്തിന്റെ പരമാധികാരം, സ്വാതന്ത്ര്യത്തെ വകവെക്കാതെ ആ രാജ്യത്ത് കടന്നുകൊണ്ട് ആക്രമണം നടത്തുന്ന, അറ്റാക്ക് നടത്തുന്നതായ സാഹചര്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നതായ സാഹചര്യം നിലവിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഒരുപാട് രാജ്യങ്ങളിൽ ഇന്റേണൽ പ്രോബ്ലംസ്, ആഭ്യന്തര കലഹങ്ങൾ ഒരുപാട് രാജ്യങ്ങളിലുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം കൊല്ലുകയാണ്, പരസ്പരം കൊന്നൊടുക്കുകയാണ്. അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ജീവിതം എന്ന അനുഗ്രഹം, അതിനെ കളഞ്ഞു കുളിച്ചുകൊണ്ട് പരസ്പരം കൊല്ലുന്നതായ അവസ്ഥ. ഈ സാഹചര്യം എന്താണ് നമ്മോട് പറയുന്നത്? എന്തൊക്കെയോ ചില സംഗതികൾ ഈ സാഹചര്യം നമ്മോട് പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയായിലെ 1-2 വചനങ്ങൾ, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുക്കാറായിട്ടുണ്ട്. ഖിയാമത്ത് നാളിലേക്കുള്ള സൂചനകൾ വരാറായി തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. എന്ത് തന്നെ വരികയാണെങ്കിലും ജനങ്ങൾ കളിക്കുകയോ അശ്രദ്ധയിലോ ആണ്. ഏത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ അത് നമ്മിലേക്ക് വരികയാണെങ്കിലും ജനങ്ങൾ അശ്രദ്ധയിലാണ്, അവർ അതിനെ കാര്യമാക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് ഒരു അവസാനമുണ്ടെന്ന് അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 3 വിധത്തിലാണ് ഖിയാമത്ത് നാളിന്റെ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്നാമത്തേത് ഖദ് മദ, അലാമത്ത് അൽ കുബ്ര, അല്ലെങ്കിൽ അലാമത്ത് സാഅ, ഖദ് മദത്. ഒരുപാട് അടയാളങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി മറ്റു ചില അടയാളങ്ങൾ ലാ യസാൽ ഔർ ലാ തസാൽ തതദജ്ജൽ, ചിലതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങൾ, കഴിഞ്ഞു പോയ അടയാളങ്ങളുണ്ട്, നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളുണ്ട്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഖിസ്മുൻ ലാ യഅതി ഇല്ലാ ഖുർബു ഖിയാമസ്സാഅ, ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്തായി വരുന്ന ചില അടയാളങ്ങളുണ്ട്. നമുക്ക് കഴിഞ്ഞു പോയ അടയാളങ്ങൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കി നോക്കാം. നമുക്കതിനെ കുറിച്ച് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തേത് ബിഅ്സത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമാണ്. അറൈവൽ ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ വന്നു, പക്ഷേ അവസാനത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയായി ലോകത്ത് വരിക എന്നുള്ളത് ഖിയാമത്ത് നാളിലെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ബുഇസ്തു അന വസ്സാഅക ഹതൈൻ, ബുഇസ്തു അന വസ്സാഅക ഹതൈൻ. റസൂൽ പറഞ്ഞു, എന്റെ നിയോഗവും ഖിയാമത്ത് നാളും ഇങ്ങനെയാണ്. റസൂലിന്റെ മധ്യവിരലും അതുപോലെ തന്നെ ചൂണ്ടുവിരലും റസൂൽ അടുപ്പിച്ച് വെച്ച് റസൂൽ കാണിച്ചു, എന്റെ നിയോഗവും എന്റെ വരവും ഖിയാമത്ത് നാളും തമ്മിൽ ഇത്ര അടുപ്പമേ ഉള്ളൂ, വളരെ അടുത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ അലാമത്തു സാനിയ, രണ്ടാമത്തെ അടയാളം എന്താ? ഇൻഷിഖാഖുൽ ഖമർ ആയത്തുൻ അദീമ വഖഅത് ഫീ സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ മിനൽ അലാമാത്തിൽ മുഅക്കദ. ചന്ദ്രൻ പിളർന്ന സംഭവമാണ്, പ്രവാചക കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു സംഭവം.
ഇനി മൂന്നാമത്തത് എന്താ? മൗത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ വഫാത്താണ്. നേരത്തെ പറഞ്ഞത് റസൂലിന്റെ നിയോഗം. രണ്ടാമത്തത് റസൂലിന്റെ നിയോഗം കഴിഞ്ഞാൽ ചന്ദ്രൻ പിളരുന്നത്. മൂന്നാമത്തത് റസൂലിന്റെ വിയോഗമാണ്. ഡെത്ത് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ മരണവും ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വേറെ ചില സംഭവങ്ങൾ കൂടി റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ചില ആളുകൾ അവർ നബിമാരാണെന്ന് വാദിക്കും, ഞാൻ പ്രവാചകനാണെന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. ഉദാഹരണം, മുസൈലമത്തുൽ കദ്ദാബ് ഫീ സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാത അലാ കുഫ്രി. മുസൈലമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം വാദിച്ചു അദ്ദേഹം പ്രവാചകനാണ്. അദ്ദേഹം റസൂലിന്റെ കാലത്ത് തന്നെ മരണപ്പെട്ടു പോയി. അദ്ദേഹം കാഫിറായിട്ടാണ് മരിച്ചത്. രണ്ടാമത്തത് ഒരു ലേഡിയാണ്. ആ ലേഡിയും പറഞ്ഞു അവര് പ്രൊഫറ്റ് ആണെന്ന് പറഞ്ഞു. അത് റസൂലിന്റെ കാലത്ത് തന്നെയുള്ള, പക്ഷേ അവര് തൗബ ചെയ്തു, മുസ്ലിമായി, അവരും മരിച്ചുപോയി. മൂന്നാമത് അങ്ങനെ പറയുന്നതായ ഒരു വ്യക്തിത്വം, അവരും റസൂലിന്റെ കാലഘട്ടത്തിന്റെ ആ സന്ദർഭത്തിൽ പ്രവാചകനാണെന്ന് വാദിച്ചു. അവരും മുസ്ലിമായിട്ടാണ് മരിച്ചത്. നാലാമത്തെ ഒരാൾ അൽ അസ്വദുൽ അൻസി ലഹറ ബിസൻആ വഖതലഹു ഫൈറൂസ് അദ്ദൈലമി റളിയല്ലാഹു അൻഹു ഫമഅത അലൽ കുഫർ. അസ്വദുൽ അൻസി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പറഞ്ഞു അവരും പ്രവാചകനാണ്. പക്ഷേ അദ്ദേഹത്തെ ഫൈറൂസ് എന്ന് പറയുന്ന ഫൈറൂസ് അദ്ദൈലമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വകവരുത്തി കൊല ചെയ്തു. അദ്ദേഹം കാഫിറായിട്ടാണ് മരിച്ചത്. ഇതും ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാണ്, കഴിഞ്ഞുപോയ അടയാളമാണ്. ഇനിയുമുണ്ട് കഴിഞ്ഞുപോയ ചില അടയാളങ്ങൾ. അതെന്താ? ഫത്ഹു ബൈത്തുൽ മഖ്ദസ്. കാന ഫത്ഹു ബൈത്തുൽ മഖ്ദസ് മിനൽ അലാമാത്തി അല്ലതി ബശറ ബിഹാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദസ ഫി അഹ്ദി ഉമർ ബിൻ ഖത്താബ്. ബൈത്തുൽ മുഖദ്ദസ് അത് വിജയിക്കും, അത് മോചിക്കപ്പെടും എന്ന് റസൂൽ പറഞ്ഞു. അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതും ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായിട്ട് കഴിഞ്ഞു പോയത് നമുക്കറിയാം. ഇനി പുലർന്നു പോയ ചില കുഴപ്പങ്ങളുണ്ട്. ഉദാഹരണമായി ചില മുസ്ലിങ്ങൾക്കിടയിലെ ചില കുഴപ്പങ്ങൾ, അതും കഴിഞ്ഞു പോയതാണ്. ഉദാഹരണമായി അൽ ഫിത്നത്ത് മഖ്തൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് അതൊരു ഫിത്നയാണ്. വമൗഖിയത്തുൽ ജമൽ വസിഫീൻ, സിഫീൻ യുദ്ധം, ജമൽ യുദ്ധം, അതും ഇന്റേണൽ പ്രോബ്ലമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഇന്റേണൽ പ്രോബ്ലമാണ്. അതും ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്, കഴിഞ്ഞു പോയതാണ്. വൽ ഖവാരിജ് വഹിയ അൽ അലാമാത്ത് അലാമത്തുസ്സാഅ അല്ലതി തഹഖഖത്. അതും കഴിഞ്ഞു പോയ ചില അടയാളങ്ങളാണ്. എന്നാൽ വരുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങളുണ്ട് ഖിയാമത്ത് നാളിലെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില അടയാളങ്ങൾ. അതിലൊന്നാണ് യുർഫഉൽ ഇൽം വയസ്ബുതുൽ ജഹൽ. വിജ്ഞാനം ഉയർത്തപ്പെടുക, വിവരമില്ലായ്മ, ഇഗ്നോറൻസ്, അത് ജനങ്ങളിൽ ഉണ്ടാവുക. വിജ്ഞാനം ഉയർത്തപ്പെടുക, വിജ്ഞാനമില്ലാതിരിക്കുക. അതുപോലെ തന്നെ വയശ്റബുൽ ഖംർ വയദ്ഹറു സിന, കള്ളുകുടി വ്യാപരിക്കുക, അതുപോലെ വ്യഭിചാരം അധികരിക്കുക. ഇത് ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വർദ്ധിച്ചു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലേറ്റസ്റ്റ് ന്യൂസ്, നമ്മൾ ഒരു ന്യൂസ് കേട്ടു. എന്താണ്? വിദേശികൾക്ക് മദ്യം കിട്ടും. എവിടുന്ന് കിട്ടും? ഫ്രം സൗദി അറേബ്യ, മംലക്കത്തുൽ അറബിയ്യത്തി സൗദിയ. I read this news from Reuters. റോയിട്ടേഴ്സിൽ തന്നെ നമുക്ക് കാണാം. ഈ റൂസ് ഓതന്റിക് ആണ്. വിദേശികൾക്ക് മദ്യം കിട്ടുന്ന പരിഷ്കാരം അവിടെ പ്രാബല്യത്തിൽ വന്നു കഴിയുന്നു. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ മദ്യം കുടിക്കേണ്ടി വരുന്ന വ്യാപകമാകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ്യഭിചാരം അത് അധികരിച്ചു വരികയാണ്. ഉദാഹരണം നമുക്ക് തന്നെ അറിയാം. ഇപ്പോഴത്തെ ന്യൂജൻ അവരെന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? They are not interested in marriage. കല്യാണത്തിന് താല്പര്യമില്ല. എന്തിനാണ് താല്പര്യം? ലിവിങ് ടുഗദർ.
ലിവിങ് ടുഗദർ, ദാറ്റ് ഈസ് ദെയർ ഇൻട്രസ്റ്റ്. അതാണ് അവരുടെ താല്പര്യം. കല്യാണത്തിന് താല്പര്യമില്ല. കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക? വ്യഭിചാരം, വ്യഭിചാരം, സിന. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു വിജ്ഞാനം ഉയർത്തപ്പെടുമെന്ന്. നമുക്കറിയോ, വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴ് വലിയ ഗ്രന്ഥങ്ങൾ ആരെങ്കിലും രചിക്കുന്നുണ്ടോ? ആരെങ്കിലും മുസ്ലിം ഉമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ എത്രയോ സമർപ്പിച്ചത് ആരാണ്? മുസ്ലിങ്ങളാണ്. ലോകത്തിന് ഒരുപാട് വലിയ വലിയ ഗ്രന്ഥങ്ങൾ സമർപ്പിച്ചത് മുസ്ലിങ്ങളാണ്. പക്ഷേ ഇപ്പോഴ് നല്ല ഒരു ഗ്രന്ഥങ്ങൾ പോലും രചിക്കാൻ ആളുകളില്ലാത്ത സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിജ്ഞാനം ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ കുറയും, പണ്ഡിതന്മാർ കുറയും. അതാണ് അതിന്റെ വിവക്ഷയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ചരിത്ര സംഭവം പറയാം. അബീ ഉമാമ റളിയല്ലാഹു അൻഹു, അബൂ ഉമാമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് പ്രകാരം സഹാബികൾ ചോദിച്ചു, ഈ വിജ്ഞാനം ഉയർത്തപ്പെടുന്നു പറഞ്ഞപ്പോഴേ സഹാബികൾ റസൂലിനോട് ചോദിച്ചു, ഖാലു വകൈഫ യദ്ഹബുൽ ഇൽം യാ നബിയല്ലാഹ് വഫീനാ കിതാബുല്ലാഹ്. ഖുർആൻ കയ്യിലിരിക്കെ പിന്നെ എങ്ങനെയാണ് വിജ്ഞാനം ഉയർത്തപ്പെടുക എന്ന് പറയുക? നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഖുർആൻ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ്? ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? വിജ്ഞാനം ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ പോസിബിലിറ്റി എന്ത് എന്ന് സഹാബികൾ റസൂലിനോട് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നൽകിയ മറുപടി എന്താണെന്നറിയോ? അവലം തകുനി തൗറാത്തു വൽ ഇൻജീൽ ഫീ ബനീ ഇസ്രായീൽ. ബനൂ ഇസ്രായേലിലെ തൗറാത്തും ഇൻജീലും ഉണ്ടായി. പക്ഷേ അവരിൽ ആ തൗറാത്തും ഇൻജീലും അതവർക്ക് ഉപകാരപ്പെട്ടോ? പിന്നീട് അതവർക്ക് ഉപകാരപ്പെട്ടോ? ഇല്ല, ഉപകാരപ്പെട്ടിട്ടില്ല. അതുപോലെ ഖുർആൻ ചിലപ്പോ നമ്മളിൽ ഉണ്ടാവാം, പക്ഷേ ഖുർആൻ നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് വിജ്ഞാനം ഉയരുന്നതിന് തുല്യമാണ്, ഉയർത്തപ്പെടുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. പണ്ഡിതന്മാരില്ലെങ്കിൽ ഹദീസുകൾ വിശദീകരിച്ചു തരാൻ ആളുകൾ ഉണ്ടാവില്ല. പണ്ഡിതന്മാരില്ലെങ്കിൽ ഖുർആനിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ആരാണ് നമുക്ക് പറഞ്ഞു തരിക? ഇതാണ് ആ ഹദീസിന്റെ വ്യാഖ്യാനമായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ലാ തഖൂമുസ്സാഅ ഹത്താ യക്സുറൽ ഹറജ്. ഹറജ് ലോകത്ത് വർദ്ധിക്കുന്നത് കാരണം അതുവരെ ലോകത്ത് എന്തുണ്ടാവുകയില്ല? ഖിയാമത്ത് നാളുണ്ടാവുകയില്ല. അപ്പം സഹാബികൾ ചോദിച്ചു, വമൽ ഹർജ് യാ റസൂലല്ലാഹ്, എന്താണ് ഹറജ് എന്താണ് എന്ന് റസൂലിനോട് ചോദിച്ചു. റസൂൽ പറഞ്ഞു, അൽ ഖത്ൽ. അൽ ഖത്ൽ. എവിടെയാണ് നമ്മൾ കൊല കാണാത്തത്? സുഡാനിൽ എത്രയോ പേര് കൊല്ലപ്പെട്ടു, ഫലസ്തീനിൽ എത്രയോ പേര് കൊല്ലപ്പെടുന്നു. ഇപ്പോഴോ ഇറാനിൽ എത്ര പേരാണ് കൊല്ലപ്പെടുന്നത്? പരസ്പരമാണ് കൊല്ലുന്നത്, പരസ്പരമാണ് കൊല്ലുന്നത്. ചിലർ ചാരപ്രവൃത്തി ചെയ്യുന്നു, ചിലർ ഗവൺമെന്റിന് വേണ്ടി നിലകൊള്ളുന്നു, ഇങ്ങനെ പരസ്പരം കൊന്നെടുക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൊല എന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങൾ വന്ന് മുസ്ലിങ്ങളെ കൊല്ലുക എന്നല്ല അതിന്റെ അർത്ഥം. മുസ്ലിങ്ങൾ തന്നെ പരസ്പരം കൊല്ലുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം, അനർഹരായ ആളുകൾ ലോകം ഭരിക്കുക. അനർഹരായ ആളുകൾ ലോകം, അർഹതയില്ലാത്ത ആളുകൾ ലോകം ഭരിക്കുക. നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴത്തെ ചില ഭരണാധികാരികളെ. ട്രംപ്, he is ruling the world and United States America. അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്കയെ ഭരിക്കുന്നുണ്ട്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു സുപ്രഭാതത്തിൽ രാത്രി 2 മണിക്ക് ഒരു രാജ്യത്ത് കയറി ചെല്ലുന്നു, അവിടെയുള്ള ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുവരുന്നു, എന്നിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മറ്റൊരു സമയത്ത് ഇറാനെതിരെ തടിച്ചുകൂടുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ലിബിയയെ എന്ത് ചെയ്തു? ഇല്ലായ്മ ചെയ്തു. അഫ്ഗാനിസ്ഥാനെ ഇല്ലായ്മ ചെയ്തു. ഇറാഖിനെ ഇല്ലായ്മ ചെയ്തു. എത്രയോ രാഷ്ട്രങ്ങളെ ഇല്ലായ്മ ചെയ്തു. എന്നിട്ട് അവിടെയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതേ കാര്യമാണ്. അഥവാ അനർഹരായ ആളുകളിലേക്ക് ഭരണം എത്തിക്കഴിഞ്ഞാൽ അതും ലോകാവസാനത്തിന്റെ ലക്ഷണമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമാനത്ത് നഷ്ടപ്പെടുമ്പോൾ ലോകാവസാനമാണെന്ന് റസൂൽ പഠിപ്പിച്ചു. എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെടുക? അമാനത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇദാ വുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലി, അനർഹരിലേക്ക് ഭരണം എത്തുക. അപ്പോൾ
അപ്പോഴാണ് അമാനത്ത് നഷ്ടപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയുമുണ്ട് ഹദീസിൽ ചില അടയാളങ്ങൾ കൂടിയുണ്ട്. എന്താ അത്? കെട്ടിടങ്ങൾ, ആഡംബരപൂർണമായ കെട്ടിടങ്ങൾ ഉണ്ടാവുക, ആഡംബരപൂർണമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. അത് ഒരു കെട്ടിടത്തിന് ഹൈറ്റ് കൂടുന്നത് കൊണ്ട് ഖിയാമത്ത് നാളാവൂല. ഒരാൾക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷെ കുറച്ച് സ്ഥലമാകുമ്പോ കെട്ടിടത്തിന്റെ ഫെസിലിറ്റി ചിലപ്പോൾ വേണ്ടി വരും, അപ്പൊ ഹൈറ്റ് കൂടും. അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമല്ല. മറിച്ച് ആവശ്യത്തിലധികം കെട്ടിടങ്ങൾ, അനാവശ്യമായി കെട്ടിടങ്ങളുടെ ഭംഗി വരുത്തുക, മോടി കൂട്ടുക. ഒരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പൊ ആളുകളൊക്കെ കളിക്കുന്നത് നിലത്താ, ഗ്രൗണ്ടിലാ. പക്ഷെ ചിലർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ഒറ്റ പില്ലറിൽ ഒരു സ്റ്റേഡിയം. One pillar, a stadium in a one pillar. Thinking about that. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കെട്ടിടങ്ങൾക്ക് അപ്രധാനം അല്ലെങ്കിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുക, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അതെല്ലാം ഖിയാമത്ത് നാളിലേക്കുള്ള സൂചനകളാണ്, ആവശ്യമില്ലാത്തതായ സംഗതികളാണ് എന്ന് നമ്മൾ ധരിക്കുക. അതുപോലെ പള്ളികൾ മോടി പിടിപ്പിക്കുക. പള്ളികൾ അനാവശ്യമായി, ആവശ്യത്തിന് നമ്മൾ പള്ളികളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അനാവശ്യമായി പള്ളികൾ മോടി പിടിപ്പിക്കുകയാണെങ്കിൽ അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തെറ്റാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം നമുക്ക് കാണാം. ലാ തഖൂമുസ്സാഅ ഹത്താ തതഖാറബുൽ അസ്വാഖ്. മാർക്കറ്റുകൾ പരസ്പരം അടുക്കുക. What it means? എന്താ മാർക്കറ്റുകൾ പരസ്പരം അടുക്കുക എന്ന് പറഞ്ഞാൽ? മാർക്കറ്റ് അടുക്കുന്നുണ്ടോ? നമ്മൾ എവിടെ നോക്കിയാലും ഇപ്പൊ മാർക്കറ്റാണ്. ആദ്യം ഒരു മാർക്കറ്റിൽ നിന്ന് മറ്റൊരു മാർക്കറ്റിൽ എത്താൻ ഒരുപാട് സഞ്ചരിക്കണം. ഇപ്പൊ ഇൻ എവറി സിറ്റി, എവറി വില്ലേജ് ഈസ് എ സിറ്റി. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എവിടെയും മാർക്കറ്റുകളാണ്, അത് നമ്മൾ ആലോചിക്കണം. രണ്ട് രീതിയിൽ അതിനർത്ഥം പറയാം. ഒന്ന്, ടൈമിന്റെ അടിസ്ഥാനത്തിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ദിവസവും സൂഖുൽ അഹദ്, സൂഖുൽ ഇത്നൈൻ, സൂഖുൽ സലാസ, സൂഖുൽ അർബഅ, സൂഖുൽ ഖമീസ്, സൂഖുൽ ജുമഅ, എല്ലാ ദിവസവും മാർക്കറ്റാണ് അല്ലേ? എല്ലാ ദിവസവും ഇന്ന് മാർക്കറ്റ് ഡേ, മൺഡേ മാർക്കറ്റ്, സൺഡേ മാർക്കറ്റ്, ആൻഡ് ട്യൂസ്ഡേ മാർക്കറ്റ്, വെനസ്ഡേ മാർക്കറ്റ്, തേഴ്സ്ഡേ മാർക്കറ്റ്, ഫ്രൈഡേ മാർക്കറ്റ്, എവറി ടൈം മാർക്കറ്റ്. അത് ഒരർത്ഥം അതാണ്, തതഖാറബുൽ അസ്വാഖ്, മാർക്കറ്റുകൾ അടുക്കുക. രണ്ടാമത്തെ അർത്ഥം എന്താ? തക്സുറുൽ അസ്വാഖ്, മാർക്കറ്റുകൾ അധികരിക്കുക. ആദ്യം കുറച്ച് മാർക്കറ്റുകളെ ഉള്ളൂ, ഇപ്പൊ എല്ലാ സ്ഥലത്തും മാർക്കറ്റുകളാണ്. അത് രണ്ട് അതിനർത്ഥമുണ്ടെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതും ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ഒന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇനി എന്താ? ഫിത്ന, അതുപോലെ അരാജകത്വം, അതുപോലെ തോന്നിവാസം, ഇതെല്ലാം ആളുകൾക്കിടയിൽ വർദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ഒരു മുസ്ലിം ക്യാമ്പസിൽ പോയി നോക്കാം. മുസ്ലിം ക്യാമ്പസ് മീൻസ് ഒരു 90% കുട്ടികൾ പഠിക്കുന്ന മുസ്ലിം ക്യാമ്പസ് എന്ന് വിചാരിക്കുക. ബാക്കി എന്താണ്? അമുസ്ലിം, നോൺ മുസ്ലിം. ബട്ട് വി ക്യാൻ സേ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ചില മോശമായ കാഴ്ചകളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു മുസ്ലിം ക്യാമ്പസിന്റെ മുന്നിൽ നിന്ന് കാണാനായ ചിത്രം എന്താണെന്നറിയോ? ഒരുപാട് 100 200 വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ചെണ്ടമേളയും ഡാൻസും. ക്യാമ്പസിന്റെ പുറത്ത് എന്തോ ഒരു ആഘോഷം. എന്താണ്, ഒരേ ഡ്രസ്സിൽ അവര് ഡാൻസ് ചെയ്യുക. എത്ര വയസ്സ് വരുന്ന? 20-ന് മുകളിൽ വയസ്സുള്ളതായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അവര് ഒരു ക്യാമ്പസിന്റെ പുറത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? അവര് ഡാൻസ് ചെയ്യുകയാണ്. ബാൻഡ്, ചെണ്ടമേളം, വാദ്യമേളം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ ലോകത്ത് അത് വർദ്ധിച്ചു വരികയാണെങ്കിൽ അതെല്ലാം അത് അസ്ബാബ് ഔ അലാമാതു സാഅ, ഖിയാമത്ത് നാളിന്റെ ചില അടയാളങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയുമുണ്ട് ഒരുപാട് സംഗതികൾ. അഥവാ വിവരമില്ലാത്ത ആളുകൾ, ചെറുപ്പക്കാരായ വിവരമില്ലാത്ത ആളുകൾ ഫത്വ കൊടുക്കുക. അതും റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈസ സിഗാറു സിൻ വ ഇന്നമ അഹ്ലുൽ ബിദ്. എന്താണെന്ന് പറഞ്ഞാൽ അയൽതമിസൽ ഇൽമ ഇൻദൽ അസാഖിർ, ചെറിയ വിവരമില്ലാത്ത, അതല്ലെങ്കിൽ മുഹ്ദഥാത്ത് അഥവാ ബിദ്അത്തിന്റെ ആളുകൾ അവര് രംഗപ്രവേശം ചെയ്യുക. എന്നിട്ട് അവര് പണ്ഡിതന്മാരായി ചമയുക, അവര് ഫത്വകൾ നൽകുക. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സയകൂൻ ഫി ആഖിരി ഉമ്മതി ഉനാസ് യുഹദ്ദിഥൂനകും മാ ലം തസ്മഉ അൻതും വല ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും. നിങ്ങളോ നിങ്ങളുടെ മുൻഗാമി
മുൻഗാമികളോ നിങ്ങളെ പിതാക്കളോ ഒന്നും കേൾക്കാത്ത ചില കാര്യങ്ങളുമായി ചിലര് വരും, അവര് വഴിപിഴപ്പിക്കും. അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്നറിയോ? വി ആർ റെഡി. ഈ സാഹചര്യത്തെ മറികടക്കാൻ നമ്മൾ റെഡിയാണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഒരു അഅറാബി റസൂലിനോട് ഒരിക്കൽ ചോദിച്ചു, മത്തസ്സാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? അപ്പൊ റസൂൽ ഒരു ചോദ്യം. റസൂലിന്റെ ആൻസർ വാസ് എ ക്വസ്റ്റ്യൻ ഫ്രം പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ അഅദത്ത ലഹ, നീ എന്താണ് ഖിയാമത്ത് നാളിന് വേണ്ടി തയ്യാറാ? ഖിയാമത്ത് നാൾ എപ്പോഴും ചോദിച്ചപ്പോ റസൂൽ പറഞ്ഞു, വാട്ട് ഡിഡ് യു പ്രിപ്പയർ ഫോർ സാഅ, ഖിയാമത്ത് നാളിലെ എന്താണ് തയ്യാറാക്കിയതെന്നാണ് റസൂൽ ചോദിച്ചത്. ഇതുപോലെ നമ്മളോട് ചോദിക്കണം, എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്? ഖിയാമത്ത് നാൾ വരുന്നു, പക്ഷെ എന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ വിശ്വാസമുള്ളവരാ. അൽ ഇബാദത്ത് ഫിൽ ഹറജ് ഐ ഫിൽ ഫിതൻ വകത്റത്തിൽ ഖത്ൽ കഹിജ്റത്തിൻ ഇലയ്യ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിത്നയുടെ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ ആരാധന ചെയ്യുക എന്നുള്ളത് അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയ പോലെയാണ്. ഹിജ്റയുടെ പുണ്യമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി സ്റ്റഡി 10 verses from സൂറ അൽ-കഹ്ഫ്. അൽ-കഹ്ഫ് സൂറത്തിൽ നിന്ന് 10 ആയത്തുകൾ പഠിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അവ്വൽ സൂറത്തിൽ കഹ്ഫ് ഉസ്മ മിനദ് ദജ്ജാൽ വ അൻത തഅലം അന്ന ഖിയാമ സഅ ഖരീബ് ഫതഹ്ഫദ് ഹദീൽ അശറ ഫതതഅറഫ് അലാ മആനിഹാ. 10 ആയത്ത് സൂറത്തുൽ കഹ്ഫിൽ നിന്ന് പഠിക്കുക. ദജ്ജാലിൽ നിന്ന് സംരക്ഷണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളാകുമ്പോൾ ദജ്ജാൽ വരുമല്ലോ. അപ്പൊ ദജ്ജാലിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് രക്ഷ നേടാം? ഈ 10 ആയത്ത് പഠിക്കുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് രക്ഷയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇനി തിന്മയിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. അത് അകലുമ്പോഴാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് രക്ഷപ്പെടുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈമാൻ സ്ട്രെങ്തൻ അവർ ബിലീഫ് ഇൻ ഓൾമൈറ്റി അല്ലാഹ്. അല്ലാഹുവിലുള്ള വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കണം. ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു വസദഖ അല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമ. സൂറത്തുൽ അഹ്സാബിലെ വചനം. എന്ത് പറഞ്ഞാൽ ഇത് അല്ലാഹു നമുക്ക് വാഗ്ദത്തം നൽകിയതാണ്. ഇത് അല്ലാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത് റസൂൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. അങ്ങനെ എന്ത് പറഞ്ഞാലും അത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാരണമാകേണ്ടതുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി പ്യൂരിറ്റി അവർ വെൽത്ത്, നമ്മുടെ സമ്പാദ്യത്തെ നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബൈന യദയ സഅ യദ്ഹറുൽ റിബ. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് എങ്ങനെ പല രീതിയിൽ നിങ്ങളിലേക്ക് വരും. യൻതശിറു അല ശാശാത്ത് വബിൽ ബിതാഖാത്ത് വൽ ഹിസാബാത്ത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കും, നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഇവിടെ, could you please come to the bank and you collect your credit card from the bank? ഇല്ലേ? നമുക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളെ ബാങ്കിൽ നിന്ന് വിളിക്കാം, ബാങ്കിലേക്ക് വരുമോ, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കൈപ്പറ്റുമോ? ഇതാണ് ക്രെഡിറ്റ് കാർഡ്. എന്താ? നമ്മളുടെ എന്താണ് ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ you have to pay. That is called interest. അപ്പൊ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഇൻട്രസ്റ്റിൽ പെടുത്താനുള്ള ശ്രമങ്ങൾ ചിലപ്പോൾ ബാങ്ക് തന്നെ നമ്മൾ വിളിക്കും. ആ സന്ദർഭത്തിൽ നമ്മൾ ബാങ്കിന് വഴിപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈമാനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്താ പറയാ? ഐ ഡോണ്ട് വാണ്ട് ക്രെഡിറ്റ് കാർഡ്, എനിക്കത് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോഴും നമ്മൾ എന്താണ്, ആ പൈസ അല്ലേ, ക്രെഡിറ്റ് അല്ലേ, കിട്ടുകയല്ലേ, ഒരു 5 മാസം കൊണ്ട് വീടിയാ പോരെ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ വശംവദരാകരുത്. അങ്ങനെ നിങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള ഈമാനുണ്ടെങ്കിൽ, പലിശയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈമാനുണ്ടെങ്കിൽ, അത് ഖിയാമത്ത് നാളിന്റെ മുമ്പ് അതല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുണ്ട്. ഖിയാമത്ത് നാളിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കൊലപാതകങ്ങള് നടക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീകും ഇബാദല്ലാഹ് വസാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ അത് ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ ഐഡന്റിറ്റി, കീപ്പ് അവർ ഐഡന്റിറ്റി.
ആസ് എ മുസ്ലിം എന്നുള്ള നിലയിൽ നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവും. നമ്മൾ എന്താകരുത്, ഏത് സന്ദർഭത്തിലും വി ഡു നോട്ട് ഫോളോ അതേഴ്സ് ഓർ അതർ കൾച്ചർ. മറ്റുള്ള സംസ്കാരങ്ങളെ ഫോളോ ചെയ്യുന്നവരാകരുത്. ഇപ്പൊ ചിലർ ബർത്ത്ഡേ ആഘോഷിക്കും, നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കരുത്. അത് നമ്മൾ മറ്റുള്ള കൾച്ചറിനെ നമ്മൾ ഫോളോ ചെയ്യുക. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കുറച്ച് കാര്യങ്ങൾ, അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. നമ്മൾ ഫാമിലി സ്ട്രെങ്തൻ ചെയ്യണം, ആളുകളോട് സലാം പറയണം. അങ്ങനെ ആളുകളോട് സലാം പറയുന്നതായ രീതി നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ എഡ്യൂക്കേറ്റ് അവർ ഗേൾസ്, നമ്മുടെ ഗേൾസിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം വിത്ത് ഖുർആൻ ആൻഡ് സുന്ന. ഖുർആൻ സുന്ന കൊണ്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം നമ്മുടെ ഗേൾസിനെയും നമ്മുടെ ബോയ്സിനെയും. ആ രീതിയിൽ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ മാറ്റിമറിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഇസ്ലാമിനെ നമ്മൾ മുറുകെ പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. നമ്മൾ ഇപ്പോഴുള്ള സാഹചര്യം ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാത്ര ചെയ്തതാണ്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഏഴാം ആകാശത്തേക്ക്, എത്ര വരെ? സിദ്റത്തുൽ മുൻതഹ വരെ അല്ലാഹുവിന്റെ റസൂൽ രാപ്രയാണം, അവിടുന്ന് ബുറാഖ് എന്ന വാഹനത്തിൽ രാപ്രയാണം നടത്തി. അതിനാണ് എന്താണ് മിഅ്റാജ് എന്ന് പറയുക. ഒറ്റ രാത്രി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് തിരിച്ചു വന്നതും. ഈ ഒരു സംഗതി നടന്നപ്പോഴേ 4 പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റിയാക്ഷൻസ്, 4 type of reactions among the people. അത് ഞാൻ പറയാം. ഒന്നാമത്തെ റിയാക്ഷൻ എന്താണെന്നറിയാം? റസൂലിന്റെ മൂത്താപ്പയായ അബൂ ത്വാലിബിന്റെ മകൾ ഉമ്മു ഹാനിയോട് റസൂൽ ഇക്കാര്യം പറഞ്ഞു. He told ഉമ്മു ഹാനി about his journey to heaven. അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഉമ്മു ഹാനി പറയൂ, ആരോടും പറയരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മു ഹാനി അവരങ്ങനെയാണ് പറഞ്ഞത്, ഇത് ആരോട് പറയേണ്ടത്? ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ നിന്നെ എന്താണ് പരിഹസിക്കും, അതുകൊണ്ട് ഇത് ആരോടും പറയരുത്. ഉമ്മു ഹാനി അങ്ങനെ പറഞ്ഞു. സെക്കൻഡ് റിയാക്ഷൻ എന്താണ്? അത് അബൂജഹലിൻ്റെതാണ്. അബൂജഹൽ എന്ത് ചെയ്തു? പരിഹസിച്ചു, പൊട്ടിച്ചിരിച്ചു. ഇതായിരുന്നു സെക്കൻഡ് റീപ്ലൈ ഇതിനെ റസൂലിന്റെ ഈ യാത്രയെ കുറിച്ച്. തേർഡ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞത് മുത്തഇബിന് അദി എന്ന് പറയുന്നതായ ഒരു മനുഷ്യനാണ്. മുത്തഇബിന് അദി എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാം? തോയിഫിൽ നിന്ന് റസൂൽ കല്ലേറൊക്കെ കൊണ്ട് റസൂൽ മടങ്ങി പിന്നെ തിരിച്ച് വന്ന മക്കയിലേക്ക് തിരിച്ചു വന്ന സന്ദർഭത്തിൽ റസൂലിനെ സംരക്ഷിച്ച ഒരു വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, റസൂലിനെ എല്ലാ നിലക്കും റസൂലിനെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയാണ്. 4 മക്കളെ ഇറക്കിയിട്ടാണ് അദ്ദേഹം റസൂലിനെ പ്രൊട്ടക്ട് ചെയ്തത്, മുത്തഇബിന് അദി എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നീ ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെ, പ്രൊഫറ്റ് മുഹമ്മദ് എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ഓക്കെ, പക്ഷേ ദിസ് ഈസ് നോട്ട് ഇമാജിനബിൾ. ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇത് ഓക്കെ ആവുന്നില്ല, ഇത് ദഹിക്കുന്നില്ല പറഞ്ഞത്. ഇത് തേർഡ് റിയാക്ഷൻ, മൂന്നാമത്തെ റിയാക്ഷൻ ആയിരുന്നു. ഫോർത്ത് വൺ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലിന്റെ ഫ്രണ്ടായ അബൂബക്കറിനോട് അബൂജഹലും കൂട്ടരൊക്കെ പറഞ്ഞു, എന്നാലേ അബൂബക്കറെ, യുവർ ഫ്രണ്ട് ഈസ് സെയിങ് ലൈക്ക് ദിസ്. താങ്കളുടെ സുഹൃത്ത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, താങ്കൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അബൂബക്കർ പറഞ്ഞു, ഞാൻ ഇതിലും വലുത് വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ ഇതും വിശ്വസിക്കുന്നു. റസൂലാണോ പറഞ്ഞത്, ഇറ്റ് ഈസ് ഓക്കെ, ഇത് ശരിയാണ്, അത് സത്യമാണ്. ഇങ്ങനെ 4 പ്രതികരണങ്ങൾ ആണ് ഈ ഒരു ഇസ്രാ മിഅ്റാജ് എന്ന സംഭവവുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയാം, ഇസ്രാ മിഅ്റാജ് റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മുഅ്ജിസത്താണ്. ഇത് റസൂൽ ഉദ്ദേശിച്ച സന്ദർഭത്തിലല്ല, അള്ളാഹു കൊടുത്തതായ ഒരു കഴിവാണ്. ആ കഴിവ് റസൂൽ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ എല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ഈമാൻ. അബൂബക്കർ വിശ്വസിച്ചതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം ഖുർആൻ എന്ത് പറഞ്ഞാലും, പിന്നെ നമ്മളെ മൂത്താപ്പ പറഞ്ഞതല്ല കാര്യം, ആര് പറയുന്നതാണ്? ഖുർആൻ പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്. അങ്ങനെ അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ, റസൂല് പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും നമുക്ക് കഴിയുന്നുവെങ്കിൽ വി ആർ മുസ്ലിംസ്, നമ്മൾ മുസ്ലിം. അതാണ് ഈ ഒരു ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ ഇതിന്റെ ഈ സമയത്ത് പ്രത്യേകമായി നോമ്പോ അല്ലെങ്കിൽ പ്രത്യേകമായ നിസ്കാരമോ അങ്ങനെയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. ആ രീതിയല്ല അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. സൂറത്ത് ഇസ്രായിലെ 90, 91, 90, 91, 92 and 93 4 വേഴ്സസ്.
ഈ 4 ആയത്തുകൾ ഒരു സൂചന നൽകുന്നുണ്ട്. അവര് റസൂലിനോട് പറഞ്ഞു, വഖാലു ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർദി യംബൂഅ. ഭൂമിയിൽ നിന്ന് ഒരു അരുവി ഉണ്ടായാൽ അങ്ങയിൽ താങ്കളിൽ നമ്മൾ വിശ്വസിക്കാം. പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ വതഫ്ജിറുൽ അൻഹാറു ഖിലാലഹാ തഫ്ജീറ വതുഫജ്ജിറുൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ. അങ്ങനെയും ഒരു സംഭവം പറഞ്ഞു. ഭൂമിയിൽ നിന്ന് ഒരു കുറെ ഒരു തോട്ടം ഉണ്ടാക്കുക. ആ തോട്ടത്തിനിടയിലൂടെ ചില പുഴകളൊക്കെ ഒഴുകണം. അങ്ങനെ ഒന്ന് നീ ഇപ്പം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ താങ്കളിൽ വിശ്വസിക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിൽ 3-4 കാര്യങ്ങൾ പറയുന്നത്. ആകാശത്തേക്ക് താങ്കൾ കയറിപ്പോണം, എന്നിട്ട് ഇപ്പൊ നമുക്കൊരു വായിക്കാനുള്ള ഒരു ഗ്രന്ഥം നമുക്ക് കൊണ്ടുതരണം, അതൊക്കെ കാണണം. ഇത് പറഞ്ഞപ്പോ റസൂൽ എന്താ അറിയോ? റസൂലിന്റെ ഒരു മറുപടി എന്താണെന്നറിയോ? ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല. അല്ലാഹു എത്ര പരിശുദ്ധൻ! അല്ലാഹു ആണ് പരിശുദ്ധൻ, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു ദൂതനാണ്. അള്ളാഹു എപ്പോഴാണോ എനിക്ക് മോചിസത്ത് തരുന്നത് അപ്പോഴേ എനിക്ക് പറ്റൂ. എനിക്കിതെല്ലാം പറ്റുന്ന റസൂൽ പറഞ്ഞോ? ഇല്ല, റസൂൽ പറഞ്ഞില്ല. അപ്പൊ മോചിസത്ത് എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പറയും അത് പ്രവാചകന്മാർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ സംഭവിക്കും എന്ന് പറയുന്നതായ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് പ്രവാചകന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അത് അബദ്ധമാണ്, അത് തെറ്റാണ്, അത് ശരിയായ കാഴ്ചപ്പാടല്ല. ഇസ്രാഉ മിറാജിന്റെ കാര്യത്തിലും അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ നമ്മൾ കൃത്യമായി എന്താണ് കാര്യങ്ങളെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാം വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. കൂടുതൽ വിശ്വാസികളായി തീരാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാകപ്പിഴവുകൾ അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്ന, ആശുപത്രിയിൽ കഴിയുന്നവർക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജോലിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, പല രീതിയിലും വിദേശത്തും മറ്റൊക്കെ ജോലിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് അവരുടെ ജോലി എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി ഫയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.